തൃശ്ശൂരിലെ കാര്യം ഞാൻ ചോദിക്കുന്നില്ല സൂരജ്. അവിടെ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും പ്രവചിക്കാൻ കഴിയുന്നില്ല. പക്ഷേ സൂരജ് ഈ ദിവസങ്ങളിലൊക്കെ അവിടെ ഉണ്ടായിരുന്നു, പ്രചാരണത്തിൻ്റെയൊക്കെ മുഴുവൻ സമയത്തും അവിടെ ഉണ്ടായിരുന്നു. സൂരജിന് അവസാനം ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നുണ്ടോ? തൃശ്ശൂരിൽ ആര്? വിജയകുമാർ ഹാഷ്മി, ഒരു നിഗമനത്തിലേക്കും എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് തൃശ്ശൂർ നൽകുന്ന ഏറ്റവും വലിയ സസ്പെൻസ്. അത് പെട്ടിപ്പൊട്ടിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അത് നിലനിർത്തുന്നുണ്ട്. മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും തികഞ്ഞ ആത്മവിശ്വാസം അത് നമുക്ക് തൃശ്ശൂരിൽ പ്രകടമാകുന്നുണ്ട്. BJP ക്യാമ്പാകട്ടെ നാളെ വിജയാഘോഷത്തിന് വേണ്ടി കേക്ക് ഓർഡർ ചെയ്യുന്നു. ഇടത് ക്യാമ്പാകട്ടെ കണക്കുകളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. പാർട്ടി കേഡർമാർ നൽകിയ കണക്കുകളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. UDF ക്യാമ്പാകട്ടെ ലീഡറുടെ മകന് ഇക്കുറി തൃശ്ശൂരിൽ അടിതെറ്റില്ല എന്നുള്ളതാണ് UDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. അങ്ങനെ മൂന്ന് ക്യാമ്പും ഒരുപോലെ കണക്ക് കൂട്ടുന്നു. അപ്പോഴും ഈ ചില നിയമസഭാ മണ്ഡലങ്ങൾ എന്താകും, ചില നിയമസഭാ മണ്ഡലങ്ങളിലെ വിധിയെഴുത്ത് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ അടിയൊഴുക്കുകളെ നിയന്ത്രിക്കുമെന്നുള്ളതാണ്. പുതുക്കാട്, നാട്ടിക ഇത് രണ്ടും ഇടത് ക്യാമ്പും BJPയും ഒരുപോലെ നോക്കുന്നുണ്ട്. പക്ഷെ ഗുരുവായൂർ തുടങ്ങി തീരദേശ മേഖല ഒപ്പം നിർത്താൻ കഴിയും ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിൽ വീണു എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോളുകളെ തള്ളിക്കൊണ്ട് കോൺഗ്രസ് പറയുന്നത്. എന്തായാലും ആരായിരിക്കും തൃശ്ശൂരിന്റെ തിടമ്പേറ്റുക എന്നത് നാളെ രാവിലെ നമുക്ക് അറിഞ്ഞു തുടങ്ങാം. 8:30യോടുകൂടി സൂചനകൾ വന്നു തുടങ്ങും. 10:30 കഴിയൂ. അപ്പോ അവിടെ ഒരു 12 മണിയൊക്കെ ആകേണ്ടി വരും അല്ലേ? പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഹാഷ്മി, അവിടെ കേക്ക്, ലഡു, ജിലേബി ഒക്കെ എല്ലാ മുന്നണികളും വാങ്ങി വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒക്കെ പകുതി വിലക്കേണ്ടി വരും. മാത്രമല്ല, ഒന്നുകിൽ സുനിക്ക് സ്വിഫ്റ്റ് ഡിസൈർ നഷ്ടമാകും, ഇല്ലെന്നുണ്ടെ ബിജുവിന് വാഗണർ നഷ്ടമാവും. അപ്പൊ നഷ്ടങ്ങൾ നേട്ടങ്ങൾ ആരോടൊക്കെ ആണെന്ന് നമുക്ക് നാളത്തെ ആകാംക്ഷയാണ്. നല്ല കാലം. അപ്പോ നമ്മൾ 20 മണ്ഡലങ്ങളിലൂടെയും കടന്നുപോയി. അവസാന മിനിറ്റിലെ മണിക്കൂറുകളിലെ വിലയിരുത്തൽ എക്സിറ്റ് പോളിന് മുമ്പും ശേഷവും എന്ന നിലയിൽ മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം ആകെ മാറി മറിയുകയാണ്. കേരളം അങ്ങനെ മുമ്പൊന്നുമില്ലാത്ത തരത്തിൽ നെഞ്ചിടിപ്പേറ്റുന്ന രാഷ്ട്രീയ സൂചനയായി കേരളം അങ്ങനെ 20 മണ്ഡലങ്ങൾ നിവർന്നു കിടക്കുന്നു എന്നതാണ് നാളത്തെ തെരഞ്ഞെടുപ്പ് വിധി ദിനത്തിൽ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നതും അതുതന്നെയാണ്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.